ടോമിൻ ജെറിന്ന് ആടാ എന്നെ മിസ് ചെയ്യുന്നില്ല. നീ മിസ് ചെയ്തില്ല? എന്തൊക്കെയായിരുന്നു അതായത് ബിഗ് ബോസില് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉള്ള ഒരു സംഭവമാണ് അനുമോളും നമ്മുടെ ആര്യനും തമ്മിലുള്ള ഇഷ്യൂസ്. ഇവരെ പറ്റി ഒരുപാട് റൂമേഴ്സ് ബിഗ് ബോസിലുള്ള ആളുകളായാലും പുറത്തുള്ള ആളുകളായാലും ഇവരുടെ പ്രായം പോലും മാനിക്കാതെ നല്ല രീതിയിലുള്ള റൂമേഴ്സ് അടിച്ചിറക്കിണ്ടായിരുന്നു. ഇവരുടെ പ്രായത്തിന് പോലും അത് നമ്മുടെ ആര്യന് വന്നിട്ട് 23 വയസ്സായിട്ടുള്ളൂ, അനുമോൾക്ക് 30 ആയിട്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ടാണ് പല കഥകളും ഉണ്ടാക്കിയത്. ബിഗ് ബോസിൽ അകത്തുള്ള ആളുകളായാലും പുറത്തുള്ള സോഷ്യൽ സൈബർ പുള്ളിങ് സൈബർ അറ്റാക്ക് ആയാലും. മാത്രമല്ല ആര്യൻ ഇവിടുന്ന് ബിഗ് ബോസിൽ നിന്ന് പോകുന്ന സമയത്ത് എല്ലാവരുടെ യാത്ര കൊണ്ടാണ് പോയത്. എല്ലാവരും ഹഗ് ചെയ്ത് ഷേക്ക് ചെയ്യാൻ കൊടുത്തിട്ട് പോയത്. പക്ഷെ അനുമോള് മാത്രം പുള്ളിക്കാരൻ അവോയ്ഡ് ചെയ്ത്. അത് അനുമോൾ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അധികം മൈൻഡാക്കാതെയാണ് പോയത്. അതിൻ്റെ യാതൊരു പരിഭവമോ പരാതിയോ പറയാതെയാണ് അനുമോള് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ആര്യനെ വെൽക്കം ചെയ്യണത്. അനുമോളുടെ ഒരു ക്വാളിറ്റിയും മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഒരു ക്വാളിറ്റി ആണ്. അതായത് ഒരു പക മനസ്സ് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല അനുമോള്. അത് ഗെയിമാണെങ്കിൽ കൂടി അത് അവരുടെ ഒരു അനുമോളുടെ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുള്ള ശൈത്യായാലും അനുമോളും ശൈത്യം നമ്മൾ നല്ല പ്രോബ്ലംസ് നടന്നിട്ടാണ്, ഇഷ്യൂസ് നടന്നിട്ടാണ് പോയത്. എന്നിട്ട് പോലും ശൈത്യം തിരിച്ചു വരുന്ന സമയത്ത് അനുമോള് കാപ്പി ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ശൈത്യം കുടിച്ചില്ല എന്നാണ് മറ്റൊരു കാര്യം. അത് ശൈത്യയുടെ ഒരു ക്യാരക്ടർ. പക്ഷെ അതിനുശേഷമാണ് അനുമോള് അങ്ങോട്ട് അടുക്കാൻ വേണ്ടി പോയി ശൈത്യ ഡിസ്റ്റൻസ് വെച്ചപ്പോൾ അനുമോളും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു ശൈത്യയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ വന്നിട്ടുള്ള പല ആളുകളുടെ അടുത്തും മസ്താനി ആയാലും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അവിടെ നിന്ന് അടികൂടിയിട്ട് പോയ, അതായത് അനുമോളുടെ അടുത്ത് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കിയിട്ട് പോയ അപ്പാന് ശരത്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്തൊക്കെ മത്സരാർത്ഥികളുടെ അടുത്തെല്ലാം അനുമോള് നല്ല രീതിയിലാണ് ഇപ്പോൾ റീ എൻട്രി ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്, അവർ ഡീൽ ചെയ്യണത്. അപ്പോൾ മറ്റുള്ളവരുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അനുമോൾ ഇത് പക്വതൊരു ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഞാൻ അന്ന് പറഞ്ഞുള്ള വിഷയമാണ് അനീഷ് പ്രപ്പോസൽ ചെയ്യുമ്പോഴും പുള്ളിക്കാരി പ്രതീക്ഷിക്കാതെയാണ് അനീഷ് പ്രപ്പോസൽ ചെയ്യുന്നത്. അപ്പോഴും യാതൊരു രീതിയിലും പാനിക് ആവാതെ പുള്ളിക്കാരി ഒന്നും പതറി ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ എങ്കിൽ കൂടെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് മറ്റുള്ള ആളുകൾ, അതായത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞ ഒരു പക്വത കൈവിടാതെ, മെച്യൂരിറ്റി കൈവിടാതെ നല്ല രീതിയിലായ പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് അനുമോളുടെ ഒരു ക്വാളിറ്റി. എന്നിട്ടാണ് ഇവിടെയുള്ള പല ആളുകളും അനുമോളിനെ കൂട്ടം കൂടി ആക്രമിക്കുന്ന ഒരു പ്രവണത കാണുന്നത് ബിഗ് ബോസ്. എന്തായാലും ബിഗ് ബോസിൽ ഓരോ ദിവസം കഴിയുന്നതോറും അനുമോളെ അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അനുമോളുടെ വോട്ടിങ് കൂടി വരുന്നുണ്ട്.